പ്രവാസ ലോകത്തെ വാർത്തകൾ. വായ്പാ നയങ്ങളിൽ ഇളവുകളുമായി കുവൈറ്റിലെ പ്രമുഖ ബാങ്കുകൾ. സെൻട്രൽ ബാങ്ക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ഈ വായ്പാ ഇളവുകൾ വായ്പാ വളർച്ച പ്രോത്സാഹിപ്പിക്കുകയും പ്രവാസികളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയും ചെയ്യും. കുവൈറ്റിലെ ബാങ്കിംഗ് മേഖലയിൽ പ്രവാസികൾക്കായുള്ള വ്യക്തിഗത വായ്പാ നിബന്ധനകളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇതുവരെ പിന്തുടർന്നിരുന്ന കർശന വായ്പാ നയങ്ങളിൽ നിന്ന് മാറി കൂടുതൽ പ്രവാസി സൗഹൃദ സമീപനമാണ് ബാങ്കുകൾ ഇപ്പോൾ സ്വീകരിക്കുന്നത്. 2023 മുതൽ വ്യക്തിഗത വായ്പാ മേഖലയിലുണ്ടായ മന്ദഗതി മറികടക്കുകയും ക്രെഡിറ്റ് വളർച്ച പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. വിപണി സാഹചര്യങ്ങളിലെ മാറ്റം കണക്കിലെടുത്ത് കൂടുതൽ പ്രവാസികൾക്ക് വായ്പ ലഭ്യമാക്കാൻ ബാങ്കുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഉയർന്ന യോഗ്യതയുള്ള പ്രൊഫഷണലുകളെയും സ്ഥിരമായ വരുമാനമുള്ള പ്രവാസികളെ ലക്ഷ്യമിട്ട് ക്രെഡിറ്റ് പരിധികളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. പുതിയ നയപ്രകാരം 3000 കുവൈറ്റ് ദിനാർ അല്ലെങ്കിൽ അതിലധികം ശമ്പളമുള്ള പ്രവാസികൾക്ക് 70,000 ദിനാർ വരെ വായ്പ ലഭിക്കാൻ അർഹതയുണ്ടാകും. 1500 ദിനാർ മുതൽ 50,000 ദിനാർ വരെയുള്ള വരുമാനമുള്ളവർക്കും ഉയർന്ന തുക വായ്പ അനുവദിക്കും. കുറഞ്ഞ ശമ്പളമുള്ള പ്രവാസികൾക്കും പുതിയ ഇളവുകൾ ഗുണകരമാകും. 600 ദിനാർ മുതൽ ശമ്പളം ലഭിക്കുന്ന താമസക്കാർക്ക് ഇപ്പോൾ 15,000 ദിനാർ വരെ വായ്പ ലഭിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. ഇതോടെ വിവിധ വരുമാന വിഭാഗങ്ങളിലുള്ള പ്രവാസികൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാകുമെന്ന് ബാങ്കുകൾ വിലയിരുത്തുന്നു. അതേസമയം വായ്പാ ഇളവുകൾ നൽകുമ്പോഴും സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുമെന്ന് ബാങ്കുകൾ വ്യക്തമാക്കുന്നു. മാസത്തവണകൾ ഒരാളുടെ ആകെ വരുമാനത്തിന്റെ 40% കവിയരുതെന്ന നിബന്ധന തുടരുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുറഞ്ഞ ചെലവിൽ അന്താരാഷ്ട്ര യാത്രകൾ ആസൂത്രണം ചെയ്യുന്നവർക്കായി സിംഗപ്പൂർ എയർലൈൻസിന്റെ ബജറ്റ് സർവീസായ സ്കൂട്ട് മികച്ച അവസരവുമായി എത്തുന്നു. ജനുവരി 12 വരെ നടക്കുന്ന ജനുവരി തീമാറ്റിക് സെയിൽ വഴി ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്കും ഏഷ്യ പസഫിക് മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലേക്കും ആകർഷകമായ നിരക്കുകളിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. യാത്രാപ്രേമികൾക്ക് വിദേശയാത്രാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നതാണ് ഈ പ്രത്യേക ഓഫർ. സിംഗപ്പൂർ എയർലൈൻസിന്റെ ബജറ്റ് വിമാന സർവീസായ സ്കൂട്ട് ജനുവരി 12 വരെ ജനുവരി തീമാറ്റിക് സെയിൽ നടത്തുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് 5,900 രൂപ മുതൽ ആരംഭിക്കുന്ന വൺ വേ ഇക്കണോമിക് ക്ലാസ് ടിക്കറ്റുകൾ ഉൾപ്പെടെ ഏഷ്യ പസഫിക് മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രമോഷണൽ നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 28 മുതൽ 2026 ഒക്ടോബർ 24 വരെ യാത്ര ചെയ്യുന്നതിനുള്ള ബുക്കിംഗുകൾക്ക് ഈ ഓഫർ ബാധകമാണ്. ബാങ്കോങ്, ഫുക്കറ്റ്, ബാലി, ഹോങ്കോങ്, സിയോൾ, സിഡ്നി തുടങ്ങിയ ജനപ്രിയ കേന്ദ്രങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. തിരുവനന്തപുരം, അമൃത്സർ, ചെന്നൈ എന്നിവിടെ നിന്നുള്ള യാത്രക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളോടെയാണ് ഓഫർ. തിരുവനന്തപുരം മെൽബൺ യാത്രയ്ക്ക് 14,900 രൂപ മുതൽ, ചെന്നൈ സിംഗപ്പൂർ 5,900 രൂപ, തിരുച്ചിറപ്പള്ളി ചിയാങ് റായ് 11,900 രൂപ മുതൽ, വിശാഖപട്ടണം ബാലി 9,000 രൂപ, അമൃത്സർ ഹോങ്കോങ് 12,000 രൂപ, കോയമ്പത്തൂർ ബാങ്കോങ് 8,900 രൂപ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാകും. ഈ ഓഫർ പ്രയോജനപ്പെടുത്തി അന്താരാഷ്ട്ര യാത്രകൾ കുറഞ്ഞ ചെലവിൽ ആസൂത്രണം ചെയ്യാനുള്ള അവസരമാണ് സ്കൂട്ട് യാത്രക്കാർക്ക് ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാഗേജ് നിരക്കുകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ്. നിലവിലുള്ള 30 കിലോ ബാഗേജ് പരിധിക്ക് പുറമെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ലഗേജ് കൊണ്ടുപോകാൻ സഹായിക്കുന്ന പ്രത്യേക ലോട്ടുകളാണ് വിമാന കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. 5 കിലോ, 10 കിലോ എന്നിങ്ങനെ 2 പ്രത്യേക ലോട്ടുകളിലായി അധിക ബാഗേജ് പ്രീ ബുക്ക് ചെയ്യാം. ഈ സൗകര്യം ഉപയോഗിക്കുന്നതിലൂടെ പ്രവാസികൾക്ക് ആകെ 40 കിലോ വരെ ചെക്ക് ഇൻ ബാഗേജ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ മാസം 31 വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ. ജനുവരി 16 മുതൽ മാർച്ച് 10 വരെയുള്ള കാലയളവിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഇളവ് പ്രയോജനപ്പെടുത്താം. UAE, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. എക്സ്പ്രസ് വാല്യൂ, എക്സ്പ്രസ് ലൈറ്റ്, എക്സ്പ്രസ് ഫ്ലെക്സ്, എക്സ്പ്രസ് ബിസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും ഈ ഓഫർ ലഭ്യമാണ്. നിലവിൽ ഈ സെക്ടറുകളിൽ എക്സ്പ്രസ് ലൈറ്റ് ഒഴികെയുള്ള മറ്റെല്ലാ വിഭാഗങ്ങളിലും 30 കിലോ ചെക്ക് ഇൻ ബാഗേജാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അനുവദിക്കുന്നത്. 10 കിലോ അധിക ബാഗേജ് കൂടി ഓഫർ നിരക്കിൽ ലഭിക്കുന്നതിനാൽ ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്രകളിൽ 40 കിലോ വരെ ചെക്ക് ഇൻ ബാഗേജ് കൊണ്ടുവരാനുള്ള അവസരമാണ് പ്രവാസികൾക്ക് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.